ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഭാമ. വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരം ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളിലൂടെ രംഗത്തുണ്ട്. അവതാരകയായാണ് ഭാമ സ്ക്രീനിന് മുന്നിലേക്ക് എത്തുന്നത്. മലയാളത്തിന് പിന്നാലെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഭാമ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാകുന്നത്. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ മദർ ആണെന്ന കാര്യം ഭാമ തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ പോസ്റ്റുകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മകളുടെ വിശേഷങ്ങൾ നിരന്തരം പങ്കിടാറുണ്ടെങ്കിലും കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ച് മുഖമുള്ള ചിത്രങ്ങൾ അധികം ഭാമ പങ്കിടാറില്ല. ഇപ്പോഴിതാ നടി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറിയാണ് ചർച്ചയാകുന്നത്. നല്ല സ്ത്രീ എന്താണെന്ന് ഒരു പുരുഷനോട് ചോദിക്കൂ, അപ്പോൾ അയാൾ ഉത്തമയായ വേലക്കാരിയുടെ ഗുണങ്ങൾ വിവരിക്കുന്നത് കേൾക്കാമെന്നായിരുന്നു ഭാമയുടെ സ്റ്റോറിയിലെ വാക്കുകൾ. ഒപ്പം പൊട്ടിച്ചിരിക്കുന്ന ഇമോജികളും ഉണ്ടായിരുന്നു. സ്വന്തം വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളുമായി സാമ്യമുള്ളത് കൊണ്ടാകും നടി ഇത്തരം വാക്കുകൾ ഷെയർ ചെയ്യുന്നതെന്ന് ആരാധകരുടെ നിഗമനം. നടി എന്നതിലുപരി ഗായിക കൂടിയായ ഭാമ ഉദ്ഘാടന വേദികളിലും സജീവമാണ്. സ്വന്തമായി യൂട്യൂബ് ചാനലിലുണ്ടെങ്കിലും വിരളമായി മാത്രമേ നടി വീഡിയോകൾ പങ്കിടാറുള്ളൂ. അതോടെയാണ് നടിയുടെ ദാമ്പത്യ ജീവിതം ചർച്ചയായി തുടങ്ങിയത്. നിറവയറിൽ അരുണിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നിരവധി ഇൻസ്റ്റഗ്രാമിൽ നടി പങ്കുവച്ചിരുന്നു. ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ പടർന്നു തുടങ്ങിയപ്പോൾ പിന്നീട് ഒരു ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ താൻ സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തി ഭാമ എത്തുകയായിരുന്നു. അതല്ലാതെ വിവാഹമോചിതയാണോ വേർപിരിഞ്ഞ് താമസിക്കുകയാണോ എന്നതിലൊന്നും പ്രതികരിക്കാൻ നടി ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നിരവധി കൈപ്പേറിയ അനുഭവങ്ങൾ നടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് പിന്നീട് നടി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും കുറച്ചു വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. വിവാഹത്തിനും സ്ത്രീധനത്തിനുമെതിരെ ഒരടിക്ക് നടി കുറിച്ച വാക്കുകൾ വൈറലായിരുന്നു. ഒരു സ്ത്രീയുടെ അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം എന്നാണ് ഭാമ കുറിച്ചത്. ജീവിത പങ്കാളിയിൽ നിന്നും വഞ്ചന നേരിട്ടതിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ എഴുത്തുകളും ഭാമ പങ്കിട്ടിട്ടുണ്ട്. വേർപിരിഞ്ഞുവെങ്കിലും ഭർത്താവും മകളും തമ്മിൽ കാണുന്നതിലൊന്നും പ്രശ്നമില്ലായിരുന്നുവെന്നും നടി അടുത്തിടെ പങ്കുവച്ച പോസ്റ്റിൽ നിന്നും വ്യക്തമായിരുന്നു. മകൾ അച്ഛനൊപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി വന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ടാണ് ഭാമ എത്തിയിരുന്നത്. അമ്മയുടെ അമ്പോറ്റിപ്പെണ്ണ് അച്ഛന്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എന്നാണ് ചിത്രത്തിന് പങ്കുവച്ച ക്യാപ്ഷനിൽ പറയുന്നത്. കേരള സ്റ്റൈലിലുള്ള വസ്ത്രത്തിൽ മുല്ലപ്പൂവൊക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മകളെ നടി ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്നും വാങ്ങിയ ഓടക്കുഴലും മയിൽപീലിയുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗൗരി. അത്യാഡംബരമായിട്ടായിരുന്നു ഭാമയുടെ വിവാഹം നടന്നത്. സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നിരുന്നു. വിവാഹശേഷം വൈകാതെ ഇരുവർക്കും ഒരു മകൾ പിറന്നു. ഗൗരി എന്നാണ് മകൾക്ക് ഭാമയും അരുണും നൽകിയ പേര്. കുഞ്ഞു പിറന്ന ഒരു വർഷം കഴിഞ്ഞ് ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടത്. പിന്നീട് പതിയെ ഭാമ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും ഒപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തു. അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന ഗോസിപ്പുകളും ചർച്ചകളും വന്നു തുടങ്ങി. ഭർത്താവിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തുവെന്ന് മാത്രമല്ല, അടുത്തിടെ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ താൻ സിംഗിൾ മദറാണെന്ന് ഭാമ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം. ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. കൂടുതൽ ശക്തിയാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോംവഴിയെന്നുമാണ് ഭാമ മുമ്പ് പങ്കുവച്ച ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അമ്മയായപ്പോൾ ക്ഷമ പഠിച്ച നേരത്തെ ക്ഷമ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നടന്നില്ലെങ്കിൽ ടെൻഷനാകും, ദേഷ്യം വരും. പക്ഷേ ഇപ്പോൾ മാറി. അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്നും ഭാമ പറഞ്ഞിരുന്നു. അമ്മയാകുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി. വസുഗി ബൈ ഭാമ എന്ന ലേബലിൽ ഞാൻ കാഞ്ചീപുരം സാരികളുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട് എനിക്ക് വീണ്ടും വർക്ക് ചെയ്യണം. എന്റെ മാനസികമായ സന്തോഷത്തിന് വർക്കും കൂടെ വേണമെന്ന് തോന്നി. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് പട്ടുസാരികളുടെ കളക്ഷൻ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചതെന്നും നടി പറഞ്ഞു. മാത്രമല്ല ഗർഭകാലത്തെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തയാളാണ് ഞാൻ. കുറച്ചു ദിവസം വീട്ടിലിരുന്നാൽ എന്തെങ്കിലും
അമ്പലത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പുറത്തു ചാടും. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ മാത്രമുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴും ലോക്ക്ഡൌൺ ആയി. ഈ സമയത്താണ് ഞാൻ ഗർഭിണിയായതും. വീട്ടിലെ 4 ചുവരിനുള്ളിൽ ഞാൻ പെട്ടുപോയതുപോലെ തന്നെയായിരുന്നു. ലിഫ്റ്റിൽ താഴെ ഇറങ്ങാൻ പോലും പേടിയായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം പോലും പുറമെ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. ഭയവും നിരാശയും കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി. ജില്ല കടന്നുള്ള യാത്ര അനുവദിക്കാത്തതുകൊണ്ട് അമ്മയെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല. തന്നെ പരിശോധിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജയലക്ഷ്മി ഒരുപാട് ആശ്വാസമായിരുന്നുവെന്നും ബാമ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കെട്ടുകഥകളും ആരോപണങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നും ബാമ പറഞ്ഞിരുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും അന്വേഷിച്ചവർക്കായി പറയട്ടെ, ഞങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു. എല്ലാ സ്നേഹത്തിനും നന്ദി എന്നായിരുന്നു ബാമ കുറിച്ചത്. താരത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഉടനെ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക മൊഴി നൽകിയ വ്യക്തി കൂടിയായിരുന്നു ബാമ. മാത്രമല്ല പിന്നീട് ഈ മൊഴി മാറ്റി പറയുകയും ചെയ്തിരുന്നു. ഈ വിഷയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അതിൽ ബാമ മൊഴി മാറ്റി പറഞ്ഞതാണ് ഏറെ ചർച്ചയായത്. എന്തെന്നാൽ ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ബാമ. അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, അവൾ എന്റെ കുടുംബം തകർത്തു എന്നാണ് ദിലീപ് ബാമയോട് പറഞ്ഞത്. ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെയായിരുന്നു ബാമയും ദിലീപും ഇതേക്കുറിച്ച് സംസാരിച്ചത്. തുടർന്ന് ബാമ ഇത് ആക്രമിക്കപ്പെട്ട നടിയോട് ചെന്ന് പറയുകയും ചെയ്തു. നടി തന്നെയാണ് ഇത് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് ചോദ്യം ചെയ്തതോടെ ബാമ ഇത് മാറ്റി പറയുകയായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കൂറുമാറുകയായിരുന്നു. തന്റെ അടുത്ത സുഹൃത്ത് കൂടിയായിട്ട് ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞതിനാലാണ് ബാമയുടെ പേരന്ന് ചർച്ചയായത്. ഞങ്ങളിലൊരുവൾ ഞങ്ങളെ ചതിച്ചുവെന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തുക്കൾ അന്ന് പറയുകയും ചെയ്തിരുന്നു.